ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് വീഡിയോസ് സെക്കൻഡ് ടൈം എക്സാമുമായിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരുപാട് വീഡിയോസ് നമ്മൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ എല്ലാവർക്കും അറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതിൽ നമ്മൾ 5 ആക്ടിവിറ്റീസിനാണ് ആൻസർ ചെയ്യേണ്ടത്. അതിൽ ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി, അതൊരു കോംപ്രിഹെൻഷനാണ്. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നല്ലോണം വായിച്ച് നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കോംപ്രിഹെൻഷന് നമ്മൾ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ നമ്മൾ ചെയ്തതിലും ഒരു പാസേജാണ് തന്നത്, ഒരു സ്റ്റോറി ആയിരുന്നു തന്നത്. ഇതിലൊരു പോയമാണ്. നമുക്ക് നോക്കാം. റീഡ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഒരു കോൺവേഴ്സേഷൻ, നമ്മൾ ക്ലവർ കാർലുള്ള പാഠത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുണ്ട്, കോൺവേഴ്സേഷൻ. അപ്പോൾ നമ്മൾ അതിൽ അഡീഷണലായിട്ടൊരു കോൺവേഴ്സേഷനും കൂടി നിങ്ങൾക്ക് വേണ്ടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റീഡിങ് ദ പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഓക്കെ, ഈ സ്കെയർക്രോസ് ജോബ് ഈസ് എ ബിസി വൺ. സ്കെയർക്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്ത്, വയലിൽ അല്ലെങ്കിൽ ചില വീടുകളുടെ മുന്നിൽ, പുതിയ വീടൊക്കെ നമ്മൾ പണി ചെയ്യുമ്പോൾ അതിന് കണ്ണ് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കോലം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കാണാം. അതിനെയാണ് സ്കെയർക്രോ എന്ന് പറയുന്നത്. ഓക്കെ, പാടത്താണ് ഈ സ്കെയർക്രോ ഉള്ളത്. അതായത് വിളവെടുക്കുക, പക്ഷികളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ സ്കെയർക്രോ. ജോബ് ഈസ് എ ബിസി വൺ, അതൊരു ബിസി ജോബാണ്. ഹി മേക്സ് ദ ബേർഡ്സ് ഫ്ലൈ അവേ, പക്ഷികളെയൊക്കെ ഓടിക്കുന്നു. ഹി കീപ്സ് ദം ഫ്രം ദ പ്ലാന്റ്സ് that grow in the sun all day. The scarecrow keeps very busy as he works through day and night. He enjoys the sights and sounds. It makes him feel just right. അപ്പോൾ സ്കെയർക്രോൻ്റെ ജോലി നമ്മൾ വെറുതെ കോലം കെട്ടുന്നതല്ല, അതിനൊരുപാട് ജോലിയുണ്ട്. പ്ലാന്റ്സിന് ഹി കീപ്സ് ദം ഫ്രം പ്ലാന്റ്സ്, അതേപോലെ ബേർഡ്സിനെയൊക്കെ ആട്ടി ഓടിക്കുകയാണ്, പ്ലാന്റ്സിനെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ്. ദാറ്റ് ഗ്രോ ഇൻ ദ സൺ ഓൾ ഡേ. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ദിവസം മുഴുവൻ വളരുകയാണല്ലോ, അതിനെയൊക്കെ സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ ത്രൂ ആൻഡ് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലൊന്നുമില്ലാണ്ട് അങ്ങനെ പണിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ബിസിയാണ്. പിന്നെ ഹി എൻജോയ്സ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്, പലതരം കാഴ്ചകൾ എൻജോയ് ചെയ്യുന്നു, അതേപോലെ പലതരം സൗണ്ട്സും എൻജോയ് ചെയ്യുന്നു. ഇറ്റ് മേക്സ് ഹിം ഫീൽ ജസ്റ്റ് റൈറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ്, ഹി മേക്സ് ദ ബേർഡ്സ് ഫ്ലൈ അവേ. ഹു ഈസ് ദ ഹി റെഫേർഡ് ടു? അപ്പോൾ ആരാണ് ഈ പക്ഷികളെയൊക്കെ ഓടിക്കുന്നത്? കൗ ആണോ, സ്കെയർക്രോ ആണോ, ക്രോസ് ആണ്? ആരാണ്? സ്കെയർക്രോ ആണ്. അപ്പോൾ സെക്കൻഡ് വൺ ആണ് ആൻസർ. വാട്ട് ഈസ് ദ ജോബ് ഓഫ് ദ സ്കെയർക്രോ? സ്കെയർക്രോൻ്റെ ജോലി എന്താണ്? ഇറ്റ് മേക്സ് ദ ബേർഡ് ഫ്ലൈ അവേ. എന്താണ്? ഇറ്റ് മേക്സ് ദ ബേർഡ് ഫ്ലൈ അവേ. അതിവിടെ ഹി മേക്സ് ദ ബേർഡ്സ് ഫ്ലൈ അവേ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, പിക്ക് ഔട്ട് 2 pairs ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയം വരികയെന്ന് വെച്ചാൽ എന്തായാലും റൈമിംഗ് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഓരോ ലൈൻ്റെ എൻഡിൽ ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ എവേ, ഓക്കെ, ഡേ, രണ്ടും എൻഡ് ചെയ്യുന്നത് ഒരേ സെൻറ്റൻസിൽ, ഒരേ സൗണ്ടിലാണ്. ഇപ്പോൾ എവേ, ഡേ നമുക്കൊരു റൈമിംഗ് വേർഡ്സ് ആയിട്ട് പറയാം. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, നൈറ്റ്, റൈറ്റ്, രണ്ടും സൗണ്ട് എൻഡ് ചെയ്യുന്നത് ടീയിലാണ്. അതും നമുക്കൊരു റൈമിംഗ് വേർഡ്സ് ആയിട്ട് പറയാം. ഓക്കെ, എവേ, ഡേ, ഫൗണ്ട്, അറൗണ്ട്, ഇതൊക്കെ റൈമിംഗ് വേർഡ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ സേസ് ദാറ്റ് സ്കെയർക്രോ ഈസ് ഹാർഡ് വർക്കിംഗ്? സ്കെയർക്രോ ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് പറയുന്ന ലൈൻ ഏതാണ്? ഹി വർക്ക്സ് ത്രൂ ഡേ ആൻഡ് നൈറ്റ്. ത്രൂ ഡേ ആൻഡ് നൈറ്റ്, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ രാപ്പകലില്ലാണ്ട് വർക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോംപ്രിഹെൻഷനാണ്. നെക്സ്റ്റ്, നമുക്ക് റീ അറേഞ്ച് ദ സെൻറ്റൻസ് ടു മേക്ക് മീനിങ് ഫുൾ സ്റ്റോറി. അപ്പോൾ നമ്മുടെ റീ അറേഞ്ച് ചെയ്യാനാണ്. ഇത് 3 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, റീ അറേഞ്ച് ചിലപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും പാഠമായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും. ഇത് നമുക്ക് പെബിളിൻ്റെ ബുക്ക് ഓഫ് നേച്ചറിൻ്റെ സ്റ്റോറിയാണ് വന്നിരിക്കുന്നത്. ഇൻ ദ ലെറ്റർ ദ ബുക്ക് ഓഫ് നേച്ചർ ജവഹർലാൽ നെഹ്റു ടെൽസ് ദ സ്റ്റോറി ഓഫ് എ പെബിൾ. അപ്പോൾ ബുക്ക് ഓഫ് നേച്ചർ നമ്മൾ അതിൻ്റെ വിശദീകരിച്ച ഫുൾ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോറി നമുക്കൊരു പെബിൾ എങ്ങനെയാണ് ഒരു പാറക്കഷ്ണം ഒരു പെബിളായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പെബിളായി മാറുന്നത് എന്നുള്ള ഒരു
സ്റ്റോറിയാണല്ലേ. ദ മെയിൻ ഈവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. അപ്പോൾ തലതിരിഞ്ഞ ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ബൈ റോളിംഗ് ആൻഡ് റോളിംഗ് ഇറ്റ്സ് എഡ്ജസ് ഹാഡ് വോൺ അവേ ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് സ്മൂത്ത് ആൻഡ് ഷൈനി. അങ്ങനെ ഉരുണ്ടുരുണ്ട് അതിൻ്റെ എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്തും ഷൈനിയും ആയിട്ടുണ്ട്. അടുത്ത വൺസ് അപ്പോൺ എ ടൈം ദ സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് റോക്ക് വിത്ത് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. Next, the city became a pebble. The rain washed it down to the little valley and finally reached a river. It rested on some mountain side. ഇത്രയാണ് നമ്മുടെ പെബിൾഡ് സ്റ്റോറിയുടെ ഈവൻറ്റ്സ്. അപ്പോൾ അതിങ്ങനെ ഉരുണ്ടുരുണ്ട് അത് സ്മൂത്ത് ആൻഡ് ഷൈനി ആയി. പിന്നെ പറയുന്നത് സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് റോക്ക്, ഒരു കഷ്ണം പാറ കഷ്ണമായിരുന്നു ഒരു കാലത്ത്. ദ സിറ്റി ബിക്കെയിം എ പെബിൾ, പിന്നെ അത് പെബിളായി മാറി. റെയിൻ വാഷ്ഡ്, മഴ കൊണ്ടുപോയി. ലിറ്റിൽ വാലി ആൻഡ് ഫൈനലി റീച്ച്ഡ് റിവർ, ലിറ്റിൽ വാലിയുടെയൊക്കെ പോയി പിന്നെ എവിടെ എത്തി, ലാസ്റ്റ് റിവറിലെത്തി. ഇറ്റ് റെസ്റ്റഡ് ഓൺ മൗണ്ടൻ സൈഡിൽ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ അറിയാം ഇത് തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഓർഡറിൽ എഴുതാം. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം അതാണ് ഫസ്റ്റ് വരിക. ഓക്കെ, വൺസ് അപ്പോൺ എ ടൈം ദ സ്റ്റോൺ വാസ് എ ബിറ്റ് ഓഫ് റോക്ക് വിത്ത് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. ഇനി അടുത്തത് ഇറ്റ് റെസ്റ്റഡ് ഓൺ സം മൗണ്ടൻ സൈഡ്. നെക്സ്റ്റ് ദ റെയിൻ വാഷ്ഡ് ഇറ്റ് ഡൗൺ ടു ദ ലിറ്റിൽ വാലി ആൻഡ് ഫൈനലി റീച്ച്ഡ് എ റിവർ. By rolling and rolling, its edges had worn away and it was made smooth and shiny. Thus it became a pebble. ഇത്രയാണ് നമുക്ക് ആ സ്റ്റോറി ഓർഡറിൽ ചെയ്താൽ നമുക്ക് 5 മാർക്കാണ് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 പോസ്റ്റർ. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാത്തിലും വന്നിട്ടുണ്ട് പോസ്റ്റർ. The Eco Club of your school has decided to conduct a poster making competition on the topic Save Water. Prepare a poster on the competition including heading, caption and message in your poster. ഇപ്പോൾ പോസ്റ്റർ നല്ല ഭംഗിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്ക് 5 മാർക്കാണ് കിട്ടുക. പോസ്റ്ററിന് ഒരു ഹെഡിങ് വേണം, ഒരു ക്യാപ്ഷൻ വേണം, ഒരു മെസ്സേജ് വേണം. ക്രയോൺസൊക്കെ കൊണ്ടുപോകുക, എന്ത് മനോഹരമാക്കുക. അപ്പോൾ നമ്മുടെ തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് വാട്ടറാണ്. അപ്പോൾ നമ്മളൊരു ഹെഡിങ് കൊടുക്കുക, സേവ് എർത്ത് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുക, പിന്നെ നല്ലൊരു ചിത്രം വരയ്ക്കുക. 5 മാർക്ക് ലഭിക്കുന്നതാണ്. ഇതേപോലെ തന്നെ സേവ് വാട്ടർ, സേവ് ലൈഫ്, അങ്ങനെ ഒരു മെസ്സേജ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ പോസ്റ്റർ എങ്ങനെയൊക്കെ ഭംഗിയാക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് എഡിറ്റ് ദ ഫോളോയിങ്. മസ്റ്റ് ഒരു സംഭവമാണ്, ഒരു ആക്ടിവിറ്റിയാണ്. കോംപ്രിഹെൻഷനും എഡിറ്റിംഗ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇനി അത് നോക്കാം. വെൻ ഐ ബിക്കെയിം ദ ഓണർ ഇൻ എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത് ഐ ഫീൽ വെരി ഹാപ്പി. ഇറ്റ് വാസ് 2 acre പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ് ആൻഡ് എ ഓൾഡ് ഹൗസ് വേർ ലീവ് കുഡ് ബി. ഇത് നമ്മുടെ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്, നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ള ഒരു പാസേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ഐ ബിക്കം ദ ഓണർ ഓഫ് ഇൻ എ ടൈനി, ഇന്നേ എന്നല്ല ഓഫാണ് വരേണ്ടത്, അവിടെ പ്രിപ്പോസിഷനാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ എന്താണ്, വെൻ ഐ ബിക്കം ദ ഓണർ ഓഫ്, ഇവിടെ നമ്മൾ ഓഫാണ് കൊടുക്കേണ്ടത്, ഇന്നല്ല. ഓഫ് എ ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത് ഐ ഫീലല്ല ഇവിടെ വരേണ്ടത്, ഫെൽറ്റ്. ഇതെല്ലാം പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടെൻസ് മാറ്റണം, ഫെൽറ്റ്. ഓക്കെ, ഇവിടെ എന്താ മിസ്റ്റേക്ക്, ഇറ്റിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷേ ഇറ്റിൽ ഐ ഷുഡ് ബി ക്യാപിറ്റൽ. ഐ എന്തായിരിക്കണം, ക്യാപിറ്റലായിട്ട് എഴുതണം. കാരണം ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ പേര് അല്ലെങ്കിൽ ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ പേര് അങ്ങനെയൊക്കെ വരുമ്പോൾ വി ഷുഡ് യൂസ് ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ, ക്യാപിറ്റലൈസേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നോക്കൂ, കോക്കനട്ട് പാം ആൻഡ് എ ഓൾഡ് എന്ന് പറയില്ല, നമുക്കറിയാലോ AEIOU വോവൽസ് ആണ്. അപ്പോൾ വോവൽസിൻ്റെ പിറകെ എന്താണ് വരേണ്ടത്, ഏനാണ് വരേണ്ടത്. അപ്പോൾ ഏൻ ഓൾഡ് ഹൗസ്. ഇനി വേർ കുഡ് വി, ഇവിടെ എന്താണ് മിസ്റ്റേക്ക്, ഇവിടെ ഈ വേർഡ്സ് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ എഴുതേണ്ടത്, വേർ വി കുഡ് ലിവ്, അങ്ങനെയാണ് എഴുതേണ്ടത്, വേർ വി കുഡ് ലിവ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എഡിറ്റിങ്ങിലും നമ്മൾ ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് വന്നത്. പ്രിപ്പോസിഷൻ ചേഞ്ച് ഉണ്ടായിരുന്നു, ടെൻസ് മാറ്റം വന്നിരുന്നു, ക്യാപിറ്റലൈസേഷൻ, പിന്നെ വേർഡ് ഓർഡർ എന്തായാലും വരും. അപ്പം വി കുഡ് ലിവ് എന്നാണ് എഴുതേണ്ടത്. അപ്പം വി കുഡ് ലിവ്. ഓക്കെ, വി കുഡ് ലിവ് ആണ് നമ്മൾ എഴുതേണ്ടത്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഒരു കോൺവെർസേഷനാണ്. ഒരു കോൺവെർസേഷനാണ് നമുക്കിത് തന്നത്. നമ്മൾ വേറൊരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു കോൺവെർസേഷനും കൂടി അഡീഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലവർ കാർല എന്നുള്ള ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കോൺവെർസേഷനാണ്. ഇൻ ദ സ്റ്റോറി ക്ലവർ കാർല, ദ ഫാമർ എക്സ്പ്ലെയിൻസ് എവറിത്തിങ് ടു കാർല ജസ്റ്റ് ഹാസ് ഇറ്റ് ഹാപ്പൻഡ്. ദ നെക്സ്റ്റ് ഡേ കാർല വെൻറ്റ് ഔട്ട് വിത്ത് എ ബാസ്ക്കറ്റ് ഫുൾ റൈപ്പ് ഓഫ് വാട്ടർമെലൻസ്. അപ്പോൾ ഫാമർ വന്നിട്ട് ആ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ കാർലയോട് പറഞ്ഞു. അടുത്ത ദിവസം കാർല ഫുൾ ഓഫ് നല്ല വിളഞ്ഞ തണ്ണിമത്തനുമായിട്ട് എങ്ങോട്ട് പോവുകയാണ്? അങ്ങാടിയിൽ പോവുകയാണ്, മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇമാജിൻ ദാറ്റ് യു മെറ്റ് ഹെർ ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ നിങ്ങൾ കാർലയുമായിട്ട് മീറ്റ് ചെയ്യാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് കാർല. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. അപ്പം ഞാൻ ഹലോ കാർല എന്ന് വെച്ച് തുടങ്ങുകയാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഞാനാണ് ചോദിക്കുന്നത്. ഹലോ കാർല, യു ഹാവ് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് വാട്ടർമെലൻസ്. വെർ ആർ യു ഹെഡഡ്? നീ എങ്ങോട്ടാണ് പോകുന്നത്? വെർ ആർ യു ഗോയിങ് എന്നുള്ളതിന് വെർ ആർ യു ഹെഡഡ്. ഓക്കെ, വെർ ആർ യു ഹെഡഡ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ കാർല പറയണ ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ വാണ്ട് ടു സെൽ ദീസ് വാട്ടർമെലൻസ് ആൻഡ് ടീച്ച് എ ഗ്രീഡി മെർച്ചൻറ്റ് എ ലെസൺ. എനിക്ക് എന്തെല്ലാം ചെയ്യണം? ഐ വാണ്ട് ടു സെൽ ദീസ് വാട്ടർമെലൻസ്. ഈ തണ്ണിമത്തനൊക്കെ എനിക്ക് വിൽക്കണം. ആൻഡ് ടീച്ച് എ ഗ്രീഡി മെർച്ചൻറ്റ് എ ലെസൺ. ഒരു അത്യാഗ്രഹിയായ ഒരു വ്യാപാരി ഉണ്ട്, അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കണം, വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? വൈ ഡു യു വാണ്ട് ടു ടീച്ച് ഹിം എ ലെസൺ? അയാൾ എന്തിനാണ് ഒരു പാഠം പഠിപ്പിക്കുന്നത്? അപ്പോൾ കാർല പറയാണ്, ഹി ചീറ്റഡ് മൈ ഫാദർ. എൻ്റെ അച്ഛനെ ചതിച്ചു. ആൻഡ് ഐ വാണ്ട് ടു ഷോ ഹിം ദാറ്റ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. എനിക്ക് അയാളെ കാണിക്കണം. എന്താ കാണിക്കേണ്ടത്? ദ ഹോണസ്റ്റി ഈസ് ദ, സത്യസന്ധതയാണ് ഏറ്റവും വലിയ പോളിസി എന്ന് എനിക്ക് അയാളെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാണ്, ദാറ്റ്സ് എ ഗ്രേറ്റ് സ്പിരിറ്റ്. നല്ലൊരു കാര്യമാണ് കാർല. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ നിനക്ക് ഓൾ ദ ബെസ്റ്റ് പറയാണ്. അപ്പോൾ താങ്ക് യു, ഐ വിൽ നീഡ് ഇറ്റ്. ഓക്കെ, ഇനി വേറൊരു കോൺവെർസേഷനാണ്. ഇതൊരു ആനുവൽ എക്സാമിന് വന്നതാണ്. ദ ഫാമർ വാക്ക്ഡ് ബാക്ക് ഹോം. ഫാമർ വീട്ടിലേക്ക് തിരികെ വരികയാണ്. ദ ക്രൂവൽ മർച്ചൻസ് ലാഫ് വാസ് റിംഗിങ് ഇൻ ഹിസ് ഇയേഴ്സ്. അപ്പോൾ ആ ക്രൂരനായ വ്യാപാരിയുടെ ചിരി അയാളുടെ ചെവികളിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. ഹി വാസ് സാഡ്. വളരെ ദുഃഖിതനായിരുന്നു. കാർല ആസ്ക്ഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് സാഡ്നെസ്. അപ്പോൾ കാർല ചോദിക്കുകയാണ്, എന്താ വെച്ചാൽ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. ഈ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ടു കാർല. അപ്പോൾ കാർലയോട് എല്ലാ കാര്യവും പറയുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. കാർല, ഫാദർ യു ലുക്ക് അപ്സെറ്റ്. വാട്ട്സ് റോങ്? അച്ഛാ, താങ്കൾ വളരെ വിഷമിച്ചിരിക്കുകയാണല്ലേ, എന്താ പറ്റിയത്? വാട്ട്സ് റോങ്? വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതിന് നമുക്ക് വേറെ ഒരു വേർഡാണ് വാട്ട്സ് റോങ്. ഫാദർ ഇങ്ങനെ ഇങ്ങനെ ദീർഘനിശ്വാസം വെച്ചിട്ട് പറയും, ഐ വാസ് ചീറ്റഡ് ബൈ എ മർച്ചൻറ്റ് ഇൻ ദ മാർക്കറ്റ്. ഞാനൊരു വ്യാപാരിയാൽ ചതിക്കപ്പെട്ടു. ഐ വാസ് ചീറ്റഡ് ബൈ എ മെർച്ചൻറ്റ് ഇൻ ദ മാർക്കറ്റ്. ഹി ടുക്ക് ഓൾ മൈ വെജിറ്റബിൾസ് ആൻഡ് പെയ്ഡ് മീ വെരി ലിറ്റിൽ. എല്ലാ വെജിറ്റബിൾസും എടുത്ത് എനിക്ക് എന്നിട്ട് കുറച്ച് പൈസയാണ് തന്നത്. അപ്പോൾ കാർല, ദാറ്റ്സ് ടെറിബിൾ. അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണല്ലോ. ഹൗ ഡിഡ് ഹി ചീറ്റ് യു? എങ്ങനെയാണ് അയാൾ ചതിച്ചത്? ഫാദർ, ഹി ആസ്ക്ഡ് മീ ഹൗ മച്ച് ഐ വാണ്ടഡ് ഫോർ ദ വെജിറ്റബിൾസ് ആൻഡ് ഐ ടോൾഡ് ഹിം 20 copper pieces. He agreed, but then he took everything including my cart. അയാൾ എന്നോട് ചോദിച്ചു എത്ര ഈ വെജിറ്റബിൾസ് എന്ന്. ഹി ആസ്ക്ഡ് മീ ഹൗ മച്ച് ഐ വാണ്ടഡ് ഫോർ വെജിറ്റബിൾസ്. ഈ വെജിറ്റബിൾസിന് എത്ര രൂപയാണ് എനിക്ക് വേണ്ടതെന്ന് അയാൾ ചോദിച്ചു. ആൻഡ് ഐ ടോൾഡ് ഹിം 20 copper pesos. ഞാൻ 20 copper pesos ആണ് പറഞ്ഞത്. ഈ അഗ്രീഡ്, ബട്ട് ദെൻ ഹി ടുക്ക് എവറിത്തിങ്. പക്ഷേ അയാളെല്ലാം കൊണ്ടുപോയി, ഇൻക്ലൂഡിങ് മൈ കാർട്ട്, എൻ്റെ വണ്ടിയും കൊണ്ടുപോയി. കാർല, ദാറ്റ്സ് സോ അൺഫെയർ. അതൊരു വല്ലാത്ത ചെയ്തായിപ്പോയി. വി ഹാവ് ടു ഡു സംതിങ് ടു ടീച്ച് ഹിം എ ലെസൺ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അയാളൊരു പാഠം പഠിപ്പിക്കണം. ഫാദർ, ഐ ഡോണ്ട് നോ കാർല, ഐ ആം ടു ടയർഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് നോ. എനിക്കൊന്നും അറിയില്ല കാർല, ഞാൻ എല്ലാം കൂടിയും വിഷമിച്ചിരിക്കാൻ, ഞാൻ ടയേർഡായിട്ടുണ്ട്. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഐ ആം ടു ടയേർഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് നോ. അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല. ഡോണ്ട് വെറി ഫാദർ, താങ്കൾ വിഷമിക്കേണ്ട. ഐ വിൽ തിങ്ക് ഓഫ് സംതിങ്.
ഞാൻ ചിന്തിച്ചോളാം. വി വിൽ ഷോ ഹിം ദാറ്റ് ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഞാൻ കാണിച്ചു കൊടുക്കും അയാൾക്ക് സത്യസന്ധതയാണ് ഏറ്റവും വലിയ പോളിസി എന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ 2 കോൺവെർസേഷനും ക്ലവർ കാർലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി 6 ആണ്, സ്പീച്ചാണ്. വി ഹാവ് സീൻ ദ റീസെൻറ്റ് ഫ്ലഡ് ഇൻ കേരള. കേരളയിൽ ഒരു ഫ്ലഡ് ഉണ്ടായതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. വി ഹാവ് ടു പ്രിവെൻറ്റ് സച്ച് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇൻ ദ നേച്ചർ. അപ്പോൾ നമുക്കതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം. റൈറ്റ്, വാട്ട് ആർ യുവർ സജഷൻസ് ഫോർ പ്രിവെൻറ്റിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? അപ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ്? പ്രിപ്പയർ സ്പീച്ച്. അതിന് കുറച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. റെഡ്യൂസ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കുക. സ്റ്റോപ്പ് സാൻഡ് മൈൻഡിങ്. പൂഴി കടത്തൽ അത് ഒഴിവാക്കുക. പ്ലാന്റിങ് ട്രീസ് പ്ലാൻ ചെയ്യാം. അവോയ്ഡ് അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ. ഒരുപാട് കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഈടായിട്ട് ഇതുണ്ട്. അപ്പോൾ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള വയലുകളൊക്കെ നികത്തിയിട്ടുള്ള അങ്ങനത്തെ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻസൊക്കെ ഒഴിവാക്കുക. ക്ലീനിങ് കനാൽസൊക്കെ ക്ലീൻ ചെയ്യുക. എത്രയാണ് നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു സല്യൂട്ടേഷൻ അഭിസംബോധന ചെയ്യണം. ഹിയർ ഹോണറബിൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, വി ഹാവ് വിറ്റ്നസ്ഡ് ദ ഡിവാസ്റ്റേറ്റിംഗ് ഫ്ലഡ്സ് ഇൻ കേരള. ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ടേക്ക് ആക്ഷൻ ടു പ്രിവെൻറ്റ് സച്ച് ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നമ്മൾ കേരളയിലുള്ള ഫ്ലഡിനെയൊക്കെ കുറിച്ച് നമ്മൾ വിറ്റ്നസ് ചെയ്തവരാണ്, സാക്ഷ്യം വഹിച്ചവരാണ്. ഇനി നമുക്ക് സമയം എന്താണ്? ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷനാണ് നമുക്ക് വേണ്ടത്. ഇറ്റ് ഈസ് ടൈം ഫോർ അസ് ടു ടേക്ക് ആക്ഷൻ ടു പ്രിവെൻറ്റ് സച്ച് ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ വരാനിരിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഫസ്റ്റ്ലി വി മസ്റ്റ് ക്ലീൻ അവർ കനാൽസ് ആൻഡ് വാട്ടർ വേസ് ടു എൻഷുർ സ്മൂത്ത് വാട്ടർ ഫ്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കനാൽസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. സെക്കൻഡ്ലി റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ടു അവോയ്ഡ് ക്ലോഗിങ് അവർ ഡ്രെയിൻസ്. അപ്പോൾ നമ്മുടെ അഴുക്കുചാലുകളിലൊക്കെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് മീൻ ബൈ ക്ലോഗിങ്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീയൂസ് ചെയ്യുക, പിന്നൊരു ഉപയോഗിക്കുക, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക. അത് റീസൈക്കിൾ ചെയ്ത് വേറെ എന്തെങ്കിലും ആക്കാം. ഓക്കെ, വി മസ്റ്റ് ഓൾസോ സ്റ്റോപ്പ് സാൻഡ് മൈൻഡിങ് വിച്ച് ഡിസ്ട്രോയ് അവർ നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്. പ്ലാന്റിങ് ട്രീസ് ഈസ് എസെൻഷ്യൽ ടു മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. ലാസ്റ്റ്ലി വി മസ്റ്റ് അവോയ്ഡ് അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ദാറ്റ് ഹാം ദ എൻവയറൺമെൻറ്റ്. ലെറ്റ് us വർക്ക് ടുഗദർ ടു പ്രൊട്ടക്റ്റ് അവർ പ്ലാനറ്റ്. താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ 2022 അങ്ങനെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് കരുതുകയാണ്. ക്വസ്റ്റ്യൻസ് നല്ലവണ്ണം വായിച്ചു നോക്കുക. ഇനിയും നമുക്കൊരുപാട് വീഡിയോസായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്